അടുത്തു വരാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചന ചിന്തകളിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകത്തിനകത്തെ ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകളും ആ പ്രാർത്ഥനകളുടെ പ്രത്യേകതകളുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. അബ്രഹാമിന്റെ പ്രാർത്ഥന നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് മോശ എന്ന് പറയുന്ന കർത്തൃദാസനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വീണ്ടും നമ്മൾ ദാവീദിനെ കുറിച്ച് ശ്രദ്ധിച്ചു. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. രണ്ട്, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കരുതേ എന്ന പ്രാർത്ഥന അദ്ദേഹം ഉയർത്തി. മാത്രമല്ല, നിന്റെ മുഖത്തെ മറയ്ക്കരുതേ എന്ന പ്രാർത്ഥന അദ്ദേഹം ഉയർത്തി. 4, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. 5, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. 6, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ 6 വിധ പ്രാർത്ഥനകൾ ആ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് മറ്റൊരു ദൈവമനുഷ്യന്റെ ചിത്രമാണ് നമ്മൾ കാണുവാനായി പോകുന്നത്. അത് മറ്റൊന്നുമല്ല, യബേസ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ കുറിച്ചാണ്. യബേസിനെ നമുക്ക് ഏവർക്കും പരിചിതമാണ്. യബേസിനെ കുറിച്ച് നന്നായിട്ട് നമുക്കറിയാം. യബേസ് പ്രാർത്ഥിച്ചതിനൊക്കെ ദൈവം മറുപടി നൽകിയത് നമുക്കറിയാം. എങ്കിലും ചില വസ്തുതകൾ അതിനകത്ത് നിന്ന് കേൾക്കുവാനായിട്ട് നാം പോകുകയാണ്. യബേസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിലെ വാക്യമാണല്ലോ. അതുകൊണ്ട് ആ വാക്യം തന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. വായിക്കാം. 1 ദിനവൃത്താന്തം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം വായിക്കാം. വേഗത്തിൽ വായിച്ചാട്ടെ. 1 ദിനവൃത്താന്തം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഓക്കെ, ആ നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 1 ദിനവൃത്താന്തം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ആണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത്. എന്താണ് ആ വാക്യം? വായിച്ചത് കേട്ടല്ലോ. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കിയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു എന്നാണ് വാക്യം പറയുന്നത്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അപ്പോൾ അപേക്ഷിച്ചാൽ ഉപേക്ഷ കൂടാതെ നൽകുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. അത് മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്താണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുവാനായി പോകുന്നത്? അവിടെ ഒരു പ്രധാനപ്പെട്ട പദം നിങ്ങൾ വേദപുസ്തകത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്നവരാണെങ്കിൽ, പഠിക്കാൻ വേദപുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ അവിടെ ഒരു പദം ഇങ്ങനെ വരയ്ക്കണം: അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ഒറ്റ വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. യബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ആമേൻ പറയാൻ ആളുണ്ടോ? ആമേൻ. യബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. യബേസിന്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായി തീർന്നതിനാൽ ആണ് ദൈവം അവന് അവൻ്റെ അപേക്ഷ സാധിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ആർക്ക് പ്രസാദകരമായി തീരണം? ദൈവത്തിന് പ്രസാദകരമായി തീരണം. സ്തോത്രം. പലരുടെയും പ്രാർത്ഥനയിൽ എന്തില്ല? ദൈവത്തിന് പ്രസാദമില്ല. എന്നോട് പിണങ്ങരുത്.
സ്തോത്രം. സത്യമാണ് ഞാൻ പറയുന്നത്. പലരുടെയും പ്രാർത്ഥനകളിൽ, അപേക്ഷകളിൽ മറുപടി ലഭിക്കാതിരിക്കുന്നതിന് കാരണം ദൈവപ്രസാദം വെളിപ്പെടാത്തത് കൊണ്ട്. കാരണം എന്നാ? അത് ദൈവം പ്രസാദിക്കാത്തതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, മറുപടി സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മുടെ പലരുടെയും പ്രാർത്ഥനകൾ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കാതെയുള്ള പ്രാർത്ഥനകളായി മാറുന്നത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന പദങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട പദങ്ങളാണ്. എന്താണ്? ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കാതെയുള്ള പ്രാർത്ഥനകൾ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ആണ് ദൈവം പ്രസാദിക്കാതെ മറുപടികൾ അന്യപ്പെട്ടു പോകുന്നത്. സ്തോത്രം. അപ്പോൾ തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള, മനസ്സിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ടാകും, സ്വാർത്ഥമായ കുറേ കാര്യങ്ങൾ. അപ്പം അത് സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള മുട്ടിപ്പായ പ്രാർത്ഥനയാണ് പലരും കഴിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം, ചില ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതല്ല, അല്ലെങ്കിൽ അവരെന്താണോ അപേക്ഷിക്കുന്നത് അതെല്ലാം ദൈവം സമ്മതിച്ച് അതിൻ്റെ അടിയിൽ വന്ന് സൈൻ ചെയ്ത് നൽകണം. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. ചിലരുടെ അങ്ങനെ, ഞാൻ എന്ത് വിഷയം പ്രാർത്ഥിച്ചാലും ദൈവം അതിൻ്റെ അടിയിൽ വന്ന് ഒപ്പുവെക്കണം. നടക്കുകയില്ല. സ്തോത്രം. ആ സ്വാർത്ഥ മനോഭാവങ്ങളിലെ പ്രാർത്ഥനകൾ ദൈവം അംഗീകരിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചായിരുന്നു, ചില പ്രാർത്ഥനകൾക്ക് നോ എന്ന മറുപടിയാണ്, അല്ലേ? 3 പദങ്ങൾ നമ്മൾ പഠിച്ചു. ചില പ്രാർത്ഥനകൾക്ക് നോ എന്ന് പറയും, ചിലതിന് യെസ് എന്ന് പറയും, ചിലതിന്, ഉണ്ടോ നിങ്ങളുടെ കൂടെ? വെയിറ്റ്. യെസ്, വെയിറ്റ് എന്ന് പറയും. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ചിലത് നോ എന്ന് പറയും, ചിലത് യെസ് എന്ന് പറയും, ചിലത് വെയിറ്റ് എന്ന് പറയും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സ്തോത്രം, പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തതും പ്രതീക്ഷ പോലുള്ള മറുപടി കിട്ടാത്തതുമാണ് പലരെയും എന്ത് ചെയ്യുന്നത്? അസ്വസ്ഥമാക്കുന്നത്. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതും പ്രതീക്ഷിച്ച പോലുള്ള മറുപടി കിട്ടാത്തതൊക്കെ പലരെ അസ്വസ്ഥമാക്കാറുണ്ട്. അതെന്താ കാരണം? എല്ലാം സാധിക്കണം, എൻ്റെ ഇഷ്ടമെല്ലാം സാധിക്കണമെന്ന ഒരു 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 സ്വാർത്ഥ മനോഭാവം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ചിന്ത ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കരുത്. പക്ഷെ ഇവിടെ യബേസിൻ്റെ പ്രാർത്ഥനകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ആ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ എന്താണ് യബേസിൻ്റെ പ്രാർത്ഥന? ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് യബേസിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് തലക്കെട്ടായിട്ട് എഴുതാം, യബേസിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ. യബേസിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ എന്താണ്? 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാനാ ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. എന്താണ് യബേസിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ? അതിൽ നമ്പർ 1 എഴുതുക, കടന്നുപോയ സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായി. നമ്പർ 1, കടന്നുപോയ സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായി. കടന്നുപോയ സാഹചര്യങ്ങൾ. ഈ ക്ലാസ്സിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ഈ വിഷയം തൊടുമ്പോൾ അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ ചില വിഷയങ്ങളെ തൊടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. അപ്പോൾ യബേസിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകളെന്ന് നിങ്ങൾ വലുതായിട്ട് എഴുതി അതിൻ്റെ തൊട്ട് താഴെ കാരണങ്ങളാണ്, എങ്ങനെയാണ് അതിൻ്റെ ആ പ്രത്യേകതകൾ എന്താണ്. അപ്പോൾ ഒന്നാമത്തെ കാരണം, പ്രത്യേകത എന്ന് പറയുന്നത്, കടന്നുപോയ സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായി. എന്താണ് ആ സാഹചര്യം? സ്തോത്രം. ശാന്തമായിട്ട് നമുക്ക് ഒന്ന് ആ ഭാഗത്തെ വ്യാഖ്യാനിക്കാം. ഒത്തിരി വായിച്ചു പെട്ടിട്ടുള്ള ഭാഗമാണെങ്കിലും അല്പം മനസ്സിരുത്തി ഒന്ന് നമ്മൾ ആ ഭാഗം ഒന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുകയാണ്. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കറിയാം, ഈ യബേസിൻ്റെ ജനന സമയത്ത് അവൻ്റെ മാതാവ് അവനെ വ്യസനത്തോടെ പ്രസവിച്ചതിനാൽ യബേസിനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വ്യസനപുത്രൻ എന്ന അർത്ഥം വരുന്ന പേരാണ് ആ മനുഷ്യന് വേണ്ടി ഇട്ടത്. അദ്ദേഹത്തിൻ്റെ ജനന സമയം മുതൽ മാതാവ് വളരെ എങ്ങനെയാണ്
വ്യസനത്തോടുകൂടെ പ്രസവിച്ചു. അപ്പോൾ ആ വ്യസനത്തോടുകൂടി അവനെ പ്രസവിച്ചതിനാൽ വ്യസനപുത്രൻ എന്ന അർത്ഥം വരുന്ന യബേസ് എന്ന പേരിട്ടു. വ്യസനപുത്രൻ എന്ന അർത്ഥം വേണമെങ്കിൽ അറിയാതെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യബേസ് ഒരു ഈക്വൽ ടു അങ്ങനെ ഒരു ഹൈഫൺ ഇട്ടേച്ച് വ്യസനപുത്രൻ ആ വാക്കിൻ്റെ അർത്ഥമാണ്. സ്തോത്രം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ വ്യസനപുത്രൻ എന്ന അർത്ഥം വരുന്ന യബേസ് എന്ന് പേരിട്ടു. വ്യസനപുത്രനായി ജനിച്ചത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് മുഖാന്തരമായി മാറിയത്? ഈ മനുഷ്യൻ വ്യസനപുത്രനായതുകൊണ്ട് പറയാം ഒരു പ്രാർത്ഥനാ മനുഷ്യനായി മാറുന്നതിന് അത് മുഖാന്തരമായി മാറി. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ശാന്തമായിട്ട് പറയാം, ജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന ചില വ്യസനങ്ങൾ, ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ചില വേദനയുടെ അനുഭവങ്ങൾ നമ്മെ പ്രാർത്ഥനയുടെ തീവ്രതയിൽ എത്തിക്കട്ടെ. ആമേൻ. സ്തോത്രം. സ്തോത്രം പറയാൻ ആളുണ്ടോ ഇതിനകത്ത്? ചില വേദനയുടെ അനുഭവങ്ങൾ നമ്മെ എവിടത്തേക്ക് നയിക്കണം? പ്രാർത്ഥന മനുഷ്യരാക്കുന്നതിന് നമ്മെ കൈപിടിച്ച് നടത്തണം. ഇവിടെ വ്യസനപുത്രനായി ജനിച്ചത് തന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കുന്നതിന് മുഖാന്തരമായി മാറി. ഇപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യസനങ്ങളും ദുഃഖങ്ങളും ശോധനകളും അതെല്ലാം തിന്മയ്ക്കായിട്ടല്ല, പിന്നെ അതെങ്ങനെ വ്യാപരിക്കുന്നത്? നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതാണ് വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും എങ്ങനെ വ്യാപരിക്കും? നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇനി യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? ആ ദൈവമനുഷ്യൻ യാക്കോബ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, ദുഃഖം അനുഭവിക്കുന്നവൻ എന്തേ? പ്രാർത്ഥിക്കട്ടെ എന്നാ പറയുന്നത്. അപ്പൊ ദുഃഖത്തിന് പകരം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ ദുഃഖത്തിന് പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിരാശയോ ആവലാതിയോ വെറുവെറുപ്പോ പരാതികളോ കരച്ചിലോ അല്ല. സ്തോത്രം. ആമേൻ. ദുഃഖത്തിന് പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ ആ പദം മനസ്സിലാകാൻ വേണ്ടി പറയാം. ദുഃഖത്തിന് പരിഹാരം, സ്തോത്രം, നിരാശയോ ആവലാതിയോ പെറുപെറുപ്പോ പരാതികളോ കരച്ചിലുകളോ ഒന്നുമല്ല. ദുഃഖത്തിന് പരിഹാരം പ്രാർത്ഥന തന്നെയാണ്. അതാണ് യബേസിന്റെ ജീവിതം വ്യക്തമാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അനേക പ്രയാസങ്ങളിലൂടെ പരിശോധനകളിലൂടെ കടന്നുപോയവർ, സ്തോത്രം, ഒത്തിരി ആളുകളുണ്ട്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ ആളുകളുണ്ട്. അങ്ങനെ വേദനയിൽ കൂടെ കടന്നുപോയ പല ആളുകളും, സ്തോത്രം, എന്തേ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ പ്രാർത്ഥിച്ച്? ഞാൻ എൻ്റെ കണ്ണ്, അറിയോ നിങ്ങൾക്ക് വാക്യം? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്നിട്ട് എന്താ അടുത്ത വാക്ക്? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ ദൈവസന്നിധിയിൽ പിറുപിറുക്കരുത്. ആമേൻ. അവിടെ വ്യസനിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്, അപരാധി പറയുകയല്ല ചെയ്യേണ്ടത്, പരാതി പറഞ്ഞിരിക്കരുത്, കരഞ്ഞിരിക്കരുത്. ആമേൻ. വ്യസനം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പറയണം, എൻ്റെ സഹായം അരുളുന്നൊരു പർവ്വതം എനിക്കായിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ചില ഭക്തന്മാർ പറയുന്നത് കഷ്ടത്തിലായത് ഗുണമായി എന്ന്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമായാൽ ആർക്കും പ്രാർത്ഥിക്കാൻ താല്പര്യം തോന്നുകയല്ല. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? സാഹചര്യം നമ്മൾ ചിന്തിക്കുന്നതല്ല. ഇപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാനിപ്പോൾ താമസിക്കുന്നത് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം, ഏറ്റവും തെക്കൻ ഭാഗത്ത്, ഏറ്റവും ബോർഡറിനോട് ചേർന്നാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ? കുറച്ചുകൂടെ ഒന്ന് സിറ്റിയിലോട്ട്, അവിടെ ഒരു വീടൊക്കെ വെച്ച് നല്ലൊരു ഫ്ലാറ്റൊക്കെ പണിത് അവിടെ ഒരു സഭാഗോള്, വളരെ സൗണ്ട് പ്രൂഫായിട്ടുള്ള ഒരു സിസ്റ്റം, എല്ലാം സംവിധാനങ്ങൾ, നല്ല യാത്ര ചെയ്യാൻ കുറച്ചുകൂടെ ഇന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഹൈ ലെവലിലുള്ള ഒരു വാഹനം, പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, സഞ്ചരിക്കാൻ വാഹനം, ധരിക്കാൻ നല്ല നല്ല വസ്ത്രങ്ങൾ, വില കൂടിയ സംവിധാനങ്ങൾ, ഇതെല്ലാം എൻ്റെ മനസ്സിനകത്തെ
ആഗ്രഹങ്ങളാണ് എൻ്റെതെന്നല്ല, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മളെല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് അല്ലേ? ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ച ആ തലങ്ങളിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പറയാം, എല്ലാം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് എന്ത് തോന്നുകയില്ല? പ്രാർത്ഥിക്കാനുള്ള താല്പര്യം തോന്നുകയില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ആ നന്മ തരാത്തതിനായി സ്തോത്രം, ആ വാഹനം തരാത്തതിനായി സ്തോത്രം. കാരണം ഞാൻ അറിയാണ്ട് അഹങ്കരിച്ചു പോകും. ഇത് മനുഷ്യ പ്രകൃതമായിരിക്കുന്ന ഒരു പരമാർത്ഥമാണ്. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. നമ്മൾ ആള് മാറിപ്പോകും. എല്ലാം അനുകൂലമാണ്, ഞാൻ ചിന്തിക്കുന്നതെല്ലാം അതേ റേഞ്ചിൽ തന്നെ മുൻപിലേക്ക് വരുവാന്നേൽ എന്തേ? സ്തോത്രം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? പ്രാർത്ഥിക്കാൻ താല്പര്യം തോന്നുകയില്ല. സ്തോത്രം. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രതികൂലങ്ങളുടെയും ദുഃഖങ്ങളിലൂടെയും പോകുന്നവരാണ് ദൈവത്തോട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആമേൻ. എത്ര പേർക്ക് ആശയം പിടികിട്ടുന്നുണ്ട്? പ്രതികൂലങ്ങളിൽ കൂടെ പോകുന്നവർ, അങ്ങനെയുള്ളവരുണ്ടോ ഇതിനകത്ത്? ആമേൻ. ഹല്ലേലൂയ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, അവരാണ് കൂടുതലായി ദൈവത്തോട്. അപ്പൊ ചോദിക്കും, മറ്റുള്ളവർ ഇല്ലേ? ഉണ്ട്. എന്നാലും ഒരു പടി മുന്നിൽ പ്രതികൂലങ്ങളിൽ നിൽക്കുന്നത് അവരാണ് എപ്പോഴും ദൈവത്തിൻ്റെ വിടുതലുകൾക്ക് വേണ്ടി ആവലോടെ വാഞ്ചയോടെ സ്തോത്രം ആഗ്രഹിച്ചു നിൽക്കുന്നത്. അവർക്കാണ് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയുന്നത്? പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും നല്ലതിനാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇനി സ്തോത്രം, ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ മറുവശം കൂടെ പറയും. ഈ പ്രതികൂലങ്ങളും ദുഃഖങ്ങളിലും ഒക്കെ പോകുന്നവരാണ് ദൈവത്തോടു കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് മറുവശം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ വ്യസനമായ അല്ലെങ്കിൽ വ്യസനകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവം അറിയാതെ അല്ല എന്നുള്ള ആദ്യം തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പിടികിട്ടുന്നുണ്ടോ? എൻ്റെ തലയിലെ ഒരു രോമം നിലത്ത് വീഴണമെങ്കിൽ അതെൻ്റെ കർത്താവ് അറിയാഞ്ഞിട്ടല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നൊരു ചിന്ത നമ്മുടെ അകത്തുള്ള ഉണ്ടാകുമ്പോഴാണ്, ആ ചിന്ത ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവമായിട്ടൊരു ബന്ധത്തിൽ നിൽക്കുവാൻ കഴിയും. കാരണം എന്നാ? വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാർ പാടിയിട്ടുണ്ട്, ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ദൈവം നമുക്ക് ദോഷകരമായി ഒന്നും ചെയ്യുന്നവനല്ല. അതങ്ങനെ തന്നെ ഒന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി കർത്താവിന് നല്ലൊരു ആമേൻ പറയണം. ദൈവം ദോഷകരമായി ഒന്നും ചെയ്യുന്നവനല്ല. നമ്മുടെ ദൈവത്തിന് എല്ലാറ്റിനും ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഭയങ്കര പ്ലാനുകളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അത് ദൈവം നമ്മെക്കുറിച്ച് ചില പ്ലാനിങ്ങുകൾ മനസ്സിലിട്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒത്തിരി ഉദ്ദേശങ്ങൾ, സ്തോത്രം, നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിലകൊള്ളുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ദൈവം അറിഞ്ഞിട്ട് ഉണ്ടാകുന്ന ചില ദുഃഖങ്ങൾ, ദൈവം അറിഞ്ഞിട്ടുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, അത് നമ്മെ തകർക്കുവാനല്ല. ഭക്തന്മാർ പാടുന്നുണ്ട്, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ. ഞാനത് പറയുമ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പറയാൻ എത്ര പേരുണ്ട്? നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കി. ആമേൻ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മെ പണിതെടുത്ത് പൊന്നാക്കുവാനാണ് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ. അപ്പോൾ സ്തോത്രം. ഇനി കുറച്ചുകൂടെ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. പ്രാർത്ഥിക്കുന്നവരെന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാ, അല്ലേ? പ്രാർത്ഥിക്കുന്നവർ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാ. അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ എന്നോട് പറഞ്ഞേ എനിക്കറിയാം, ഞാൻ എല്ലാവരുടെ മൈക്കോ ഓണാക്കിയിട്ടിട്ടില്ല. സ്തോത്രം. നിങ്ങൾ ചുണ്ടനക്കിയാൽ എനിക്ക് മനസ്സിലാകും. 91 സങ്കീർത്തനത്തിലെ ആ വാക്യം നമ്മൾ പറയാറില്ലേ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും.
സ്തോത്രം. ആമേൻ. ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ ദാവീദിന്റെ ചരിത്രം അവിടെ പറയുന്നത്. ദാവീദിന്റെ വിഷയം നമ്മൾ ഓൾറെഡി പഠിച്ചു. എങ്കിലും ഞാൻ ഇതിനകത്തൊന്നു തൊട്ട് വിടാം. ദാവീദ് എന്ന് പറയുന്ന ആ ദൈവമനുഷ്യൻ, നിങ്ങൾ നോക്കണേ, സ്തോത്രം, വളരെ വ്യസനകരമായ അവസ്ഥയിൽ ആമേൻ താനായിത്തീർന്ന സ്ഥലത്ത് ആമേൻ അങ്ങനെ ഇരിക്കുക. താൻ വളരെ വ്യസനകരമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയൊരു സ്ഥലമാണ് സിക്ലാഗ് എന്ന് പറയുന്നത്. അവിടെ അവൻ്റെ ആ താമസ സ്ഥലം പോലും ചണ്ടിക്കൂമ്പാരമാക്കി തീർത്ത് കളഞ്ഞു. ഭാര്യമാരെയും മക്കളെയും അപഹരിച്ചു കൊണ്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ട ദാവീദ്, ദൈവമേ, നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിച്ച് വിലപിച്ചോ? ഒരിക്കലുമില്ല. സ്തോത്രം. ഇതിനാണോ എന്നെ വിളിച്ചിവിടെ വരുത്തി ആമേൻ ആ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തത്? ഇതിനാണോ എന്നൊന്നും ദാവീദ് എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. സ്തോത്രം. ബലമില്ലാതാകുവോളം കരഞ്ഞ് ദൈവത്തോട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ചോദ്യങ്ങൾ ഉയർത്തരുത്. ചില വേദനകൾ വരുമ്പോൾ ചോദ്യങ്ങൾ ഉയർത്തരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഈ ആദമിന് ദൈവം ഗാഢനിദ്ര കൊടുത്തു. ഗാഢനിദ്ര കൊടുത്തിട്ട് സ്തോത്രം, നമുക്കറിയാം, ഈ ഹവ്വായെ ദൈവം തൻ്റെ വാരിയലിലെടുത്ത് ഹവ്വായെ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദമിൻ്റെ ശരീരത്തിൽ ഒരു ഗാഢനിദ്ര കൊടുത്തേച്ച് ഒരു വാരിയല് വലിച്ചൂരി എടുക്കുമ്പോൾ നിങ്ങൾ പറ, ശരിക്കും നഷ്ടം സംഭവിച്ചത് ആർക്കാ? നിങ്ങൾ പറഞ്ഞേ. ആദമിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വാരിയല് വലിച്ചെടുക്കുക. അപ്പം ഒരു ലോസ്റ്റിംഗ് ഉണ്ടായത് ആർക്കാ? നഷ്ടം ഉണ്ടായത് ആർക്കാ? ആദമിന്. പക്ഷെ നിങ്ങൾ എവിടെയും ആദം ആ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞതായിട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ? എന്നാലും എൻ്റെ ദൈവമേ, ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ ആയുസ് കേൾക്കാത്ത കാര്യം ഞാൻ ഈ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ആദമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു വാരിയൽ വലിച്ചൂരി മാറ്റുമ്പോൾ, എന്നാൽ എന്നോട് ഈ ചതി ചെയ്തല്ലോ ദൈവമേ, നിനക്ക് വേറെ എന്തൊക്കെ വലിച്ചെടുത്ത് ചെയ്യാമായിരുന്നു, എന്നാലും ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ വാരിയലിൽ തന്നെ നിനക്ക് വേണമായിരുന്നോ? എന്നോട് ഈ കൊടുഞ്ചതി വേണ്ടായിരുന്നു ദൈവമേ, അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? നിങ്ങൾ പറ. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരിടത്ത് ഒരു കാര്യം പുള്ളി എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നഷ്ടം സംഭവിച്ചെങ്കിലും ആദാം നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞിട്ടേയില്ല. സ്തോത്രം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നഷ്ടത്തിന്റെ കണക്ക് പറയാതിരുന്നത് കൊണ്ട് ആ നഷ്ടത്തിനകത്ത് നിന്ന് അവന് എന്നേക്കും വേണ്ടുന്ന ചില കരുതലുകൾ ദൈവം അവന് നൽകി. ആമേൻ. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇവിടെ ദാവീദിന് സിക്ലാഗിൽ വെച്ച് ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ വെളിപ്പെടുകയാണ്. അദ്ദേഹം ഭാര്യമാരെ അപഹരിച്ചുകൊണ്ട്, ഭാര്യയെ മക്കളെ ഒക്കെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ, അവൻ താമസിച്ച ആ ദേശം ചണ്ടിക്കൂമ്പാരമാക്കി അവൻ തീർക്കുകയാണ്. അവിടെ എല്ലാം വരുമ്പോൾ ദാവീദ്, എന്നെ ഇതിനാണോ ദൈവമേ നീ വിളിച്ചിറക്കിയത്? ഇതിനാണോ എന്നെ അഭിഷേകം ചെയ്ത് കൊണ്ടുവന്നത് എന്നൊന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരയാൻ നിന്നില്ല. ആ മനുഷ്യൻ പെറുപിറുക്കാൻ നിന്നില്ല. അവിടെ സ്തോത്രം, ആ ദൈവമനുഷ്യൻ ചെയ്തത് എന്നാണെന്നറിയോ? ബലമില്ലാതാകുവോളം, ബലം ക്ഷയിക്കുന്നത് വരെ ദൈവസന്നിധി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ദാവീദിന് മടക്കി കൊടുത്തു. ഇന്നലകളിലെ നഷ്ടം നാളകളിലെ ലാഭമാകും. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഇന്നലകളിലെ നഷ്ടം നാളെയുടെ ലാഭമാകും. വിശ്വസിക്കുന്നവർ രണ്ട് കരവും നീട്ടി ആ ദൂത് സ്വീകരിച്ചോണം. ഇന്നലകളിലെ നഷ്ടം നാളകളിലെ ലാഭമാകും. പത്രോസേ, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ആഴത്തിലേക്ക് വലയിറക്ക്. നാഥ, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒരു ചെറിയൊരു കുഞ്ഞു മീന് പോലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇന്നലെ നഷ്ടം കണ്ടവനാണേലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കുന്നു. ആമേൻ. അടുത്ത വാചകം, പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന. ഇന്നലകളിലെ നഷ്ടം നാളകളിലെ ലാഭമാകും. ഇന്നലകളിലെ കണ്ണുനീര് നാളെയുടെ വിടുതലാകും. ആമേൻ. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടോ. ഈ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തരുന്നൊരാശയമാണ്. ഇന്നലകളിലെ നഷ്ടം നാളുകളിലെ ലാഭമാകും. ഇന്നലകളിലെ കണ്ണുനീര് നാളെയുടെ വിടുതലാകും.
ദൂരെ മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾ ആര് വിശ്വസിച്ചാലും ഇല്ലേലും ശരി, ഞാൻ ആ തോത് വിശ്വസിക്കുന്നു. ഇന്നലകളിലെ കണ്ണുനീര് നാളെയുടെ മറുപടിയാകും. ഇന്നലകളിലെ കണ്ണുനീരും പ്രാർത്ഥനയും നാളെയുടെ വിടുതലായി മാറും. ഹല്ലേലൂയ. അപ്പോ തൻ്റെ സാഹചര്യത്തിനകത്ത് യബേസ് പ്രാർത്ഥിക്കുകയാണ്. വേദപുസ്തകം ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ഹന്നയുടെ വിഷയം നോക്കിക്കേ. ആമേൻ. ഹന്ന ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും ഒന്ന് പറഞ്ഞു വിടാം. ഹന്ന വ്യസനകരമായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്ന ഒരു അനുഭവം കണ്ടോ. വ്യസനകരമായ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സഹോദരി. ആമേൻ. എന്നെ കേൾക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കണ്ണുനീര് മാറ്റാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ വീഡിയോ ഓൺ ചെയ്തോ ഇല്ലയോ അതൊന്നും എൻ്റെ വിഷയമല്ല. ആമേൻ. ഈ ക്ലാസ്സിൽ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യസനകരമായ കരയുന്ന സാഹചര്യത്തിൽ കൂടെ മുൻപോട്ട് പോകുന്നവർക്ക് ദൈവം ഒരു താങ്ങായി ഒരു തണലായി ഇറങ്ങി വരികയാണ്. എനിക്കറിയാം വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ചിലരെ വിരൽ ചൂണ്ടി ദൂത് കൈമാറുന്നു. എനിക്ക് പേര് വിളിച്ച് പറയണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇത് ഒരു പ്രത്യേക മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പേര് വിളിക്കുന്നില്ല. വ്യസനകരമായ അവസ്ഥകളിൽ കൂടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കടന്നുപോയ സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായി. ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ നിന്നെ ഏതിലേക്ക് നയിക്കണം? പ്രാർത്ഥനയിലേക്ക് നയിക്കണം. ഹന്ന എന്ന് പറയുന്ന സഹോദരി വ്യസനകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. മക്കളില്ലാത്തതിൻ്റെ ഹൃദയവേദനയോടൊപ്പം പെനീനയുടെ കുത്തുവാക്കും പിടികിട്ടുന്നുണ്ടോ? മക്കളില്ലാത്ത വ്യസനം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പെനീനയുടെ കുത്തുവാക്ക് ഒത്തിരി കേട്ടു. പരിഹാസം കേട്ടു. അതെല്ലാം ആ പരിഹാസ വാക്കുകളെല്ലാം തൻ്റെ ഹൃദയത്തിനകത്ത് വ്യസനമുണ്ടാക്കി. അത് നിമിത്തം കരഞ്ഞും ദുഃഖിച്ചും ഭക്ഷണം പോലും കഴിക്കാതെ വളരെ സങ്കടപ്പെട്ടു. എന്നാൽ ഹന്ന ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തെന്നറിയാമോ? അവൾ തൻ്റെ ഹൃദയത്തെ പകരാൻ തുടങ്ങി. അപ്പോൾ പ്രതിസന്ധികൾ, വേദനകൾ നിന്റെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് പകരുന്ന അനുഭവമായി മാറണം. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുവാൻ തുടങ്ങിയപ്പോൾ, ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ വ്യസനവും ദുഃഖവും മാറത്തക്കവണ്ണം ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ആദരിച്ചു. ഞാൻ ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം. എവിടെ നീ പ്രാർത്ഥിക്കുന്നോ അവിടെ നീ മറുപടിയുമായി നിൽക്കും. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എവിടെ കരയുന്നോ അവിടെ നിന്റെ വിടുതലുമായി നീ നിൽക്കും. ഹന്ന ആലയത്തിനകത്ത് കിടന്ന് കരയുകയാണ്. ആലയത്തിനകത്ത് ഹൃദയത്തെ പകരുകയാണ് ദൈവസന്നിധിയിൽ. പക്ഷെ കരഞ്ഞ ഇടത്ത് മറുപടിയുമായി ദൈവം അവളെ നിർത്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചില കുടുംബങ്ങളോട് ഇടപെടുകയാ. രക്തത്താൽ ജയമെടുക്കുന്നു. ഈ പകലിൽ ചില കുടുംബങ്ങൾക്ക് ദൈവം മറുപടിയുമായി ഇറങ്ങി വരുന്ന സമയമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങുക. വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ അക്കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. അപ്പോൾ യബേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന്, കടന്നുപോയ സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രചോദനകരമായി. ഇനി രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് നമ്മൾ വരികയാണ്. രണ്ടാമത്തെ പ്രത്യേകത, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ വാക്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ നമ്മൾ വായിച്ചത്? ആ വാക്യത്തിന്റെ ഗൗരവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 1 ദിനവൃത്താന്തം 1-ാം അധ്യായം 10-ാം വാക്യം. ഈ എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, അങ്ങനെ പറഞ്ഞാണ് ആ വാക്യം, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവത്തോട്. പിടികിട്ടിയോ? അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇസ്രായേലിന്റെ ദൈവത്തോട് യബേസ് പ്രാർത്ഥിച്ചു. ആരുടെ ദൈവത്തോട്? ഇസ്രായേലിന്റെ ദൈവത്തോട് യബേസ് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുക. ഈ ഇസ്രായേലിന്റെ ദൈവത്തോട് യബേസ് പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ മറുപടികളിലേക്ക്, ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലർക്കും ഇപ്പൊ അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം.
അതുകൊണ്ടാണല്ലോ പല വഴിക്ക് നമ്മുടെ ആളുകൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്നത്. സ്തോത്രം. അവിടെ നിൽക്കട്ടെ. ആരോടാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പലർക്കും അറിയുകയില്ല. അതുകൊണ്ട് പല ആവശ്യങ്ങളും അപേക്ഷകളുമായിട്ട് മനുഷ്യരുടെ അടുക്കലൊക്കെ ഓടിച്ചെല്ലുകയാണ്, അല്ലേ? ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതിന് പകരം വചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആരിലാ ആശ്രയിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് പലരും മനുഷ്യനിലേക്ക് ഓടിച്ചെല്ലുന്നത്. ചിലര് കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, നാവുണ്ടായിട്ട് സംസാരിക്കാത്ത, ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത മിഥ്യാമൂർത്തികളോടൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഞാൻ ഒരു വിവാദപരനാകാൻ വേണ്ടി അല്ല വാക്ക് പറയുന്നത്, വേദപുസ്തകത്തിനകത്തെ ചിന്തകളാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ യബേസ് പ്രാർത്ഥിച്ചത് ആരോടെന്നറിയോ? ഇസ്രായേലിന്റെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവം ആരെന്ന വിശ്വാസം യബേസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പിടികിട്ടിയോ? ഇസ്രായേലിന്റെ ദൈവം ആരാണ്? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ മഹത്വപ്പെടുത്തുന്ന ദൈവം ആരെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പിടികിട്ടുന്നല്ലോ? ആ ബോധ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതലും കാണാൻ പറ്റുകയില്ല. ദൈവം ആരെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്ത് എപ്പോഴും നിലകൊള്ളണം. ഇസ്രായേലിന്റെ ദൈവത്തോടാണ് യബേസ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം ആരാണെന്നുള്ള ഒരു ബോധ്യം ഈ യബേസിനുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിന്റെ ഗൗരവമൊക്കെ പഠിക്കുമ്പോൾ ഈ ദൈവം സാധാരണ ദൈവമല്ല. ഇസ്രായേലിന്റെ ദൈവം തൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു എന്ന് പറഞ്ഞ ദൈവം. കേൾക്കുന്നുണ്ടോ? നിലവിളി കേട്ടു എന്ന് പറഞ്ഞ ദൈവം, സങ്കടം അറിയുന്ന, സഹായിക്കാൻ ഇറങ്ങി വരുന്ന ആ ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചനകൾക്ക് മറുപടി നൽകുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം യബേസിന്റെ അകത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ന് പകൽ ഒരുമിച്ച് ദൈവത്തോട് പറയണം, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളുന്നവൻ എന്ന ഉറപ്പായ ഒരു വിശ്വാസമാണ് ആ പ്രാർത്ഥന ഉയർത്താൻ മുഖാന്തരമായി മാറിയത്. ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മുഖാന്തരമായി മാറിയത് ഈ ദൈവം ആരെന്നുള്ള ബോധ്യം, സ്തോത്രം, അവൻ്റെ അകതലങ്ങളിൽ വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ നീർച്ചുഴികൾക്കകത്തുകൂടെ കടന്നു പോകുന്നയാളായിരിക്കാം, പ്രതിസന്ധികൾക്കുള്ളറയിൽ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം, വേദനിക്കുന്ന അനുഭവമുള്ള ആളായിരിക്കാം. എന്തു തന്നെയാണേലും നീ വിളിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം, അവൻ വിശ്വസ്തനാണ്, മതിയായവനാണെന്ന ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, ആ ദൈവം മറുപടി നൽകും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ചെന്ന ആരും ഇന്ന് വരെ കൈവിടപ്പെട്ടു പോയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം, ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിച്ച് ചെന്ന ഒരു വ്യക്തിയും ഇന്ന് വരെ കൈവിടപ്പെട്ടു പോയിട്ടില്ല. ആ മുഖത്തേക്ക് നോക്കിയവരാരുണ്ടോ അവരുടെ എല്ലാ മുഖം പ്രകാശിതമായി തീർന്നിട്ടുണ്ട്. അവർക്ക് ലജ്ജിക്കപ്പെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് യബേസ് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത, അദ്ദേഹം ഇസ്രായേലിന്റെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. തോന്നിയതുപോലെ അല്ല ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. നിശ്ചയമായും ദൈവം ആരെന്ന ഒരു തിരിച്ചറിവ്. ഞാൻ ഒന്നുകൂടെ സ്തോത്രം, ആ വാക്കുകളെ ഞാൻ ആവർത്തിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ കഷ്ടത കണ്ടു എന്ന് പറഞ്ഞ ദൈവം. നിലവിളി, ബാലന്റെ നിലവിളി, അല്ലേ?
നമ്മൾ ഇസ്മായിലിന്റെ ചരിത്രം, ഹാഗാറിന്റെ ചിത്രമൊക്കെ പഠിക്കുമ്പോൾ ബാലന്റെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞൊരു ദൈവമാ. സ്തോത്രം. ഇനി ഹന്നയുടെ വിഷയം വരുമ്പോൾ സങ്കടം അറിഞ്ഞൊരു ദൈവം. സഹായിക്കാൻ ഇറങ്ങി വരുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാതനകൾക്ക് മറുപടി നൽകുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം. ഈ ഉറപ്പാണ് യബേസിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ആ ദൈവം അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന കർത്താവാണ്. ഈ ബോധ്യം യബേസിനെ ആ ദൈവത്തിങ്കിലേക്ക് പ്രാർത്ഥനയിൽ നയിക്കുകയാണ്. സ്തോത്രം. അപ്പോ യബേസിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്പർ 1, കടന്നുപോയ സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായി. നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ നിന്നെ തളർത്തുകയല്ല, പ്രാർത്ഥന നിന്നെ ഉയർത്തട്ടെ. സ്തോത്രം. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുഖാന്തരമായി. 2, ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? ആ വാക്യം, വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. മൂന്നാമത്തെ പ്രത്യേകത, നമ്മൾ 1 ദിനവൃത്താന്തം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തകൾക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ആ അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പ്രത്യേകത. ആ വാക്യത്തിൽ നിങ്ങൾ വേദപുസ്തകം ഉണ്ടെങ്കിൽ നോക്കണം. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മൂന്നാമത്തെ പ്രത്യേകത എഴുതുക, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ. നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ. അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സ്തോത്രം. യബേസിന്റെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പ്രത്യേകത, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ. സ്തോത്രം. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഞാൻ ആ ഭാഗത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി പറയാം. യബേസിന്റെ പ്രാർത്ഥന ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, പകരം ദൈവിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിടികിട്ടുന്നുണ്ടോ? ദൈവിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അതാണ് ആ മനുഷ്യൻ പറയുന്നത്, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ. ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരുന്നില്ല അത്. കുറച്ചുകൂടി ലളിതമായി പറയാം. നമുക്കറിയാം, യാബോക്ക് നദീതീരത്ത് നിന്നുകൊണ്ട് യാക്കോബ് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി പ്രാർത്ഥിച്ചത് എന്താ പറഞ്ഞത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, അല്ലെ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പിടികിട്ടിയോ? സ്തോത്രം. അപ്പൊ പ്രതികൂലത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നടുവിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണെന്ന് യാക്കോബിനറിയാം. യാക്കോബ് ഇപ്പൊ ഭയങ്കര പ്രതിസന്ധിക്കകത്താണ് നിൽക്കുന്നത്. പിടികിട്ടിയോ? യാക്കോബ് പറയുകയാ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. ആശയം ഇത്രയേ ഉള്ളൂ, പ്രതികൂലത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നടുവിൽ നിൽക്കണമെങ്കിൽ ഈ അനുഗ്രഹം പ്രാപിക്കണം. ഈ അനുഗ്രഹമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഇത് യാക്കോബിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്നാ ചെയ്തേ? ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. ശരിക്കും പറഞ്ഞാൽ അപ്പന്റെ അനുഗ്രഹത്തിനായി വാഞ്ചിക്കുന്ന ഒരു ഹൃദയം ആർക്കുണ്ടായിരുന്നു? യാക്കോബിനുണ്ടായിരുന്നതിനാൽ ദൈവം അവനെ അങ്ങ് അനുഗ്രഹിച്ചു. ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. വേണമെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ എനിക്കറിയാം. ദൈവത്തിന് തരാൻ മനസ്സുണ്ടെങ്കിൽ തരട്ടെ, ഇല്ലേ വേണ്ട, എന്നെ ദൈവത്തോട് എന്നെ സമരം ചെയ്യുന്നത് പോലെ. വേണമെങ്കിൽ ദൈവം തന്നേക്കട്ടെ, കുറെ കാലമായി ഞാനിത് ചോദിക്കാൻ തുടങ്ങിയിട്ട്. സ്തോത്രം. വേണമെങ്കിൽ തന്നാ മതി, എനിക്ക് രക്ഷ തരുന്നെങ്കിൽ തരട്ടെ. സ്നാനപ്പെടാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു. എന്നിട്ട് ഇത്രയും നാളായി അന്യഭാഷയുടെ ഒരു മുറിവാക്ക് പോലും പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. വേണമെങ്കിൽ ആത്മസ്നാനം തരണമെങ്കിൽ തരട്ടെ, അങ്ങനെ തരുവാന്നേല് ഞാൻ മേടിച്ചോളാം, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ദൈവമേ, നീ കാണുന്നില്ല ഞാൻ എത്ര നാളായിട്ട് രോഗിയായിരിക്കുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ രോഗശാന്തി തന്നോ, തരാൻ പറ്റെങ്കിൽ തന്നാ മതി. അങ്ങനെയുള്ള ചിന്താ മനോഭാവങ്ങൾ ചിലരുടെയൊക്കെ പ്രാർത്ഥന, അത് ചിലരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ കൈയൊന്നും ഉയർത്തണ്ട, നിങ്ങളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ചില ആളുകൾ അങ്ങനെ. അതെന്നാ കാര്യം? ഈ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ശരിക്കും പറഞ്ഞാൽ
തരുന്നെങ്കിൽ തരട്ടെ. ഈ ആ ചിന്തയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ പലരുടെയും പ്രാർത്ഥനയ്ക്ക് എന്ത് കിട്ടാത്തത്, മറുപടി ലഭിക്കാത്തത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം തരുവാന്നേൽ തരട്ടെ. ദൈവത്തിന് അറിയാമല്ലോ, എൻ്റെ കാര്യം മുഴുവൻ അറിയാമല്ലോ, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ദൈവം തരുവാന്നേൽ തരട്ടെ. നമ്മൾ അങ്ങനെ ചെയ്യരുത്. ദൈവം തരുവാന്നേൽ മേടിച്ചോളാം, ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. ഇവിടെ യബേസ് ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹത്തിനായിട്ടൊരു വലിയ വാഞ്ചയുണ്ടാകുക. നീ എന്നെ നിശ്ചയമായി എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പിടികിട്ടിയോ? അപ്പൊ യബേസിന്റെ മനസ്സിനകത്ത് ഒരു വാഞ്ചയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ആ ഒരു വലിയ വാഞ്ച ആമേൻ നമ്മുടെ അകത്തും ഉണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, നിശ്ചയമായിട്ട് എന്നെ അനുഗ്രഹിക്കണം. അപ്പൊ അനുഗ്രഹത്തിനായിട്ടുള്ളൊരു വലിയ വാഞ്ച. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അടുത്ത വാക്കറിയോ? വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഹൃദയം നിനക്കായി കാക്ഷിക്കുന്നു. സ്തോത്രം. നിന്റെ കൃപയും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. വാക്യം എവിടാന്നറിയില്ലല്ലേ? 63 സങ്കീർത്തന പ്രിയരെ, 63 സങ്കീർത്തന 1 മുതൽ 3 വരെയുള്ള വാക്യം ഞാനിപ്പോൾ പറഞ്ഞേ. സ്തോത്രം. ഓക്കെ. ആമേൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ചിലരൊക്കെ ആ വാക്യം പെട്ടെന്ന് പിടികെട്ടി. ആമേൻ. മാത്രമല്ല, ആമേൻ 84 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ആമേൻ. ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. കോരകപുത്രന്മാർ പ്രാർത്ഥിക്കുക, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. ഞാൻ ഇന്ന് രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കണമെങ്കിൽ ഇച്ചിരി നേരത്തെ വരണം. പിടികിട്ടിയോ? അല്പം മുമ്പ് വരണം. സേനയിൽ അധിപൻ ദേവന്, അങ്ങനെ ഒരു പാട്ട്, ഞാൻ ഒരു പഴയ പാട്ടാണ്, ആരാധന ഗീതം, ഞാൻ രാവിലെ ഇതിനകത്ത് പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ ആ പാട്ടിനകത്തെ വരിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെ കോരകപുത്രന്മാർ 84 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ ആ കോരകപുത്രന്മാർ അവിടെ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. സ്തോത്രം. 42-ാം അധ്യായം 1 വരുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മാൻനീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. സ്തോത്രം. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. അപ്പോൾ ഒരു ആത്മീയമായ അനുഗ്രഹം ലഭിക്കണമെന്ന അതിയായ വാഞ്ച ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണമേ എന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒരു ആത്മീയമായ ഒരു അനുഗ്രഹം. ഭൗതികമൊക്കെ പുറകാലെ, മുൻപേ അവരുടെ രാജ്യവും നീതി അന്വേഷിപ്പിക്കണം, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കുമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആത്മീയമായ ഒരു വാഞ്ച നമുക്കുണ്ടാകണം, ആത്മീയമായ ഒരു അനുഗ്രഹത്തിൻ്റെ വാഞ്ച. അതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. നിശ്ചയമായും ഈ വിഷയത്തിനകത്ത് നിശ്ചയമായും ദൈവഹിതം വെളിപ്പെടുത്തണം. ആ വിഷയത്തിൽ നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കണം. ആ വാഞ്ചയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ തരുവാന്നേൽ തരട്ടെ, ഞാനിങ്ങ് മേടിച്ചോളാം, ആ ചിന്ത നമ്മുടെ അകത്ത് പാടില്ല. പകരം യബേസിനെ പോലെ ഉള്ളുരുകി ആ വാഞ്ചയോടുകൂടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒരു കാര്യം പറയാം ദൈവമക്കളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഈ ദുഷ്ടലോകത്തിൽ ദൈവമക്കൾക്ക് ജീവിക്കാൻ പ്രയാസമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. സ്തോത്രം. അപ്പോൾ യബേസ് പ്രാർത്ഥിക്കുന്ന 3-ാമത്തെ വാചകം, നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണമേ. 4-ാമത്തെ പ്രത്യേകത, ഒരു 6-7 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം കേട്ടോ. സ്തോത്രം. 4-ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. 4-ാമത്തെ ഭാഗം, എൻ്റെ അതിർ വിസ്താരമാക്കണമേ. എൻ്റെ അതിർ വിസ്താരമാക്കണമേ. 4-ാമത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത, യബേസിന്റെ പ്രാർത്ഥനയുടെ 4-ാമത്തെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ അതിർ വിസ്താരമാക്കണമേ. ശ്രദ്ധിക്കുക, എന്താണ് അതിനകത്തെ ആശയം? യബേസിന്റെ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവവും അതിർ വിസ്താരവുമാക്കുന്ന ദൈവമാണെന്ന ഉറപ്പ് യബേസിനുണ്ടായിരുന്നു. ആ ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യബേസിന്റെ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവം. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ചിലരുടെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുകയാണ്. അമ്മേൻ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞേ. ശ്രദ്ധിക്കണേ, ഞാൻ സ്ഥിതി മാറ്റുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ 5 മാസം കഴിഞ്ഞ് ഇപ്പൊ 6ാമത്തെ മാസത്തിലോട്ടാണ് നമ്മൾ കാൽച്ചുകൂടെ വെച്ചത്. ആണോ? 6ാമത്തെ മാസം ഇല്ലയോ? എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ മാസം ചിലർക്ക് അത്ഭുതങ്ങളുടെ മാസമാണ്. കരം നീട്ടി അത് സ്വീകരിക്കുന്നവർക്കായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ മാസം ചിലർക്ക് അത്ഭുതത്തിന്റെ മാസമായി തീരും. അമ്മേൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒറ്റ വാചകം കൊണ്ട് ഞാനത് തെളിയിക്കാം. ഇത് 6ാം മാസമാണ്. വേദപുസ്തകം പറയുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ഹേയ് ഗ്ലോറി ടു ഗോഡ്. ഇത് 6ാം മാസം. 6ാം മാസം പിടികിട്ടിയോ? പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. 5 മാസം കൊണ്ട് ചലിക്കാതെ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ചിലർക്ക് വേണ്ടി സ്ഥിതി മാറാൻ ചലിച്ചു തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞ് ഏറ്റെടുക്ക്. ആമേൻ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യബേസിന്റെ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമാകയാൽ ഈ മാസം ചിലർക്കൊരു അത്ഭുതമാകട്ടെ. ഒരുപക്ഷെ ഈ മാസത്തിന്റെ തുടക്കം നീ കാണുന്നത് വലിയ വേദനയായിരിക്കാം, നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തയായിരിക്കാം നീ കേട്ടുകൊണ്ട് ഈ ക്ലാസ്സിൽ ഈ മാസത്തിന്റെ പ്രാരംഭ സമയം കാൽച്ചുവട് വെച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂരിടപെടുന്നു. ആമേ. സ്ഥിതി മാറ്റുന്ന ദൈവം, അതിന് വിസ്താരമാക്കുന്ന ദൈവം, നിന്റെ കണ്ണുനീരിന് മറുപടിയായി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരെന്റെ കൂടെയുണ്ട്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് ജനത്തിന്റെ അതിരി വിശാലമാക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ, ഒത്തിരി വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് ജനത്തിന് വിസ്തൃതി വരുത്തുക എന്നുള്ളത്. ആമേൻ. വേദപുസ്തകം യെശയ്യാ പ്രവചനം വായിക്കണമെന്ന് നിർബന്ധമില്ല. 54-ാം അധ്യായം 2-3 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പദം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്താണ് ആ വാക്യം? സ്തോത്രം. യെശയ്യാ പ്രവചനം സ്തോത്രം 54-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. യെസ്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. 2-3 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും, ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ഭ്രമിക്കേണ്ട, നീ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നിന്റെ ശ്രദ്ധാവ് നിനക്ക് വേണ്ടി ചലിക്കുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അവൻ ദൈവത്തിന്റെ അവൻ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ അതിരുകളെ വിശാലമാക്കുക എന്ന് പറയുന്നത്. അവൻ ചിലരെ നോക്കി ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായിട്ട് ഇടപെടുകയാ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്ത് വിശാലമാക്കുക, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ആ വാഗ്ദത്തം ചിലരുടെ മേൽ ദൈവം ഇന്ന് പകൽ കൈമാറാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. രക്തത്താൽ ജയമെടുക്കുകയാ. ഒരിക്കൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം കേൾക്കണേ. ഒരിക്കൽ ആമേൻ പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായെന്ന് കാണുന്നുവല്ലോ, ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മ നിറവുള്ള പ്രവാചകൻ പറയുകയാ പോകാൻ വേണ്ടി. പിടികിട്ടുന്നുണ്ടോ? പോകാൻ പറയുമ്പോൾ ഹല്ലേലൂയ, എന്താ അതിന്റെ കാരണം? ആമേൻ. ഞങ്ങൾ പാർക്കുന്ന ഇടം ഇടുക്കമാ. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇടുക്കത്തില്ല, എൻ്റെ ആത്മീക ജീവിതം ഇടുങ്ങിയായിരിക്കുന്നത്, എൻ്റെ ആരാധനയുടെ ആത്മതലം ഇടുങ്ങിപ്പോയ അനുഭവമാ. ആ ഇടുങ്ങിയ അനുഭവം ഒന്ന് വിശാലമാകണം. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ചില ഉണങ്ങിയ നിലങ്ങളിൽ കൂടെ ചവിട്ടിക്കേറി യോർദാനോളം കടന്നു എന്ന ചില വിടുതലുകളെ പ്രാപിക്കുന്ന ഒരു ആത്മതലത്തിൽ എൻ്റെ അതിരുകൾ ഒന്ന് വിശാലമാകണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ
ദൈവത്തിന് സ്തോത്രം പറയുകയാ. ആമേൻ. ആത്മനിറവുള്ള പ്രവാചകൻ പറയുകയാ, പൊയ്ക്കൊള്ളാം. എന്താ കാരണം? അതിരി വിശാലമാകുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാ. അതുകൊണ്ടാ പ്രവാചകൻ പറയുന്നത് പൊയ്ക്കൊള്ളാം. ഇന്ന് പകൽ ആമേൻ വചനം പറയുന്നു, ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചവരെ ദൈവം വിശാല സ്ഥലത്ത് നയിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ചിലരുടെ തലമുറകളെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരുന്നത് എത്ര പേർക്ക് വെളിപ്പാടിൽ കാണാൻ കഴിയും? നിന്റെ കുടുംബത്തെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുകയാ. ഞാൻ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം അബ്രഹാമിനോട് പറയുന്നു, എന്താ പറയുന്നത്? നീ തലപൊക്കി നോക്കി, നീ തലപൊക്കി നോക്കുക. ആമേൻ സ്തോത്രം. ആമേൻ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും നൽകും. എനിക്കറിയത്തില്ല ആരോടോ ദൈവാത്മാവ് ശക്തമായി ദൂതിടപെടുകയാ. ലോകത്തിന്റെ ചില കോണുകളിലേക്ക് നിന്റെ സന്തതിയെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. ഹേയ് ശബല മധുരപദന ഘടകസി. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ തലപൊക്കി നോക്കിക്കോ, ഞാനത് കൈ തരാൻ പോകുകയാ. നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്ക് ഞാൻ തരും. ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നു. നഷ്ടപ്പെട്ട സമാധാനം ഞാൻ നിനക്ക് നടക്കി വരുത്താൻ പോകുകയാ. ഞാൻ നിനക്ക് നൽകും. അത് നിനക്ക് മാത്രമല്ല, ഇന്ന് ചില വിഷയങ്ങളുടെ ഉള്ളറയിൽ നിനക്കും സ്വസ്ഥതയില്ല, നിന്റെ സന്തതിക്കും സ്വസ്ഥതയില്ല. ദൈവാത്മാവ കെട്ടു പൊട്ടിക്കുകയാ. നീ തലപൊക്കി നോക്കിക്കോ, നീ തല ഉയർത്തി പ്രാർത്ഥിക്ക്, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കോ, നീ മുഴങ്കാല് മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. ചിലത് നാമിൻ വിശാലമാകാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരിന്റെ കൂടെയുണ്ട്? അവർ മാത്രം ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് പകൽ ഇതൂത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. നന്ദിയോടെ തിരുനാമത്തിന് മഹത്വം കരേറ്റുകയാ. ദൈവത്തിന് മഹത്വം കരേറ്റുകയാ. മാത്രമല്ല അടുത്ത പദം പറയുന്നു, നീ ദേശത്തിന് നെടുകയും കുറുകയും നടക്കുക. എത്ര മനോഹരമായ വചനമാ. ആമേൻ. നീ ദേശത്തിന് കുറുകയും നെടുകയും നടക്കുക. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും. ആമേൻ. ചിലത് അവകാശമായി തരും. ഇതെന്നെ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ആത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. നിന്റെ തലമുറയുടെ അവകാശത്തിന് നേരെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. അമ്മാമേ അച്ഛാ, നിന്റെ മുറിക്ക് അകത്ത് വന്ന് ദൈവം നിന്റെ തലയെ കൈവച്ച് ഈ ദൂത് പറയുകയാ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിന്റെ തലയെ കൈവച്ച് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം അവകാശമാക്കി തരും. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ അവകാശത്തിനെതിരെ, നീ പ്രാപിക്കേണ്ട വിടുതലുകൾക്കെതിരെ പിശാച് വെച്ചിരിക്കുന്ന ചെങ്കോൽ യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്ന ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാ. ഭൂമി സംബന്ധമായ ഉടയമനഗസിയാംധരേതി അടക പ്രൗഢമന ഭൗഷമനഘടകസിയ ഭൂമി സംബന്ധമായ ചില കുരുക്കുകൾ അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ കാണുകയാ. ഇന്ന് പകലിൽ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചെങ്കോലുകൾ അഴിയാൻ പോകുകയാ. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലം ആമേൻ നിനക്ക് അവകാശമായി തരും. ദൈവത്തോട് ചോദിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തമാ ആമേൻ സ്തോത്രം. ആമേൻ. നീ അവനോട് ചോദിക്കുന്നത് അവൻ കൈമാറും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ. വചനം പറയുന്നു, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശാവകാശമായി തരും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഒന്ന് കേറിക്കിടക്കാൻ ഒരു സെന്റ് ഭൂമി ഇല്ലാതെ, ആമേൻ ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാതെ വേദനയോടെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആത്മാവ് ഇന്ന് പകൽ ശക്തമായി ദൂതിടപെടുകയാ. നിനക്ക് ഞാൻ ഒരു ഇടം ഒരുക്കാൻ പോകുകയാ. നിനക്ക് ഞാൻ ഭൂമിയുടെ അറ്റങ്ങളെ കൈവശ അവകാശമാക്കി നൽകാൻ പോകുകയാ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ യെരൂശലേമിലും ആമേൻ സ്തോത്രം യഹൂദിയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന നിയോഗം ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പറയാം,
ദൈവജനമേ, നീ ഒതുങ്ങിപ്പോകത്തില്ല. ഭൂമിയുടെ അറ്റത്തോളം പടർന്നു പന്തലിക്കാനുള്ള വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുമ്പോൾ അതിന് വിശാലമാകാൻ, ഹല്ലേലൂയ, എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നീ ഒതുങ്ങേണ്ടി വരികയില്ല. നിന്നെ ദൈവം ഒതുക്കാൻ സമ്മതിപ്പിക്കത്തില്ല. ആമേൻ. നമ്മുടെ അതിര് വിശാലമാകേണ്ടതാ, നമ്മുടെ അതിരുകൾ വിസ്താരമാകേണ്ടതാ. ശുശ്രൂഷയിൽ ഒരു വിസ്തൃതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആമേൻ, സ്തോത്രം, ദൈവം യബേസിന് മറുപടി നൽകിയതുപോലെ നമ്മുടെ അപേക്ഷകൾക്ക് ദൈവം മറുപടി നൽകും. നമ്മുടെ സഭയുടെ അതിര് വിശാലമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവം മറുപടി നൽകും. ദൈവജനത്തെ ഒതുക്കുവാൻ ശത്രു, ആമേൻ, സ്തോത്രം, അതിശക്തമായ തന്ത്രങ്ങൾ പ്രയോഗിക്കും കേട്ടോ, ദൈവജനത്തെ ഒതുക്കുവാൻ. പക്ഷേ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കാൻ എൻ്റെ ദൈവം, മനുഷ്യനല്ല, നിന്റെ രക്തബന്ധങ്ങളല്ല, എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാ. നീ സകലത്തിലും, ആ ദൂത് പിടിച്ചെടുക്കാൻ ആളുണ്ടോ ഇതിനകത്ത്? ആമീൻ. നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാ. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയരെ. ആമീൻ, സ്തോത്രം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ വാക്കുകളെ പിടിച്ചു നിർത്താൻ താല്പര്യപ്പെടുകയാ. എൻ്റെ അതിര് വിശാലമാകണം, എൻ്റെ ഭൗതികത്തിൻ്റെ അതിര് വിശാലമാകണം, എൻ്റെ ഹൃദയത്തിൻ്റെ അതിര് വിശാലമാകണം, എൻ്റെ ശുശ്രൂഷയുടെ അതിര് വിശാലമാകണം, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയുടെ അതിര് ദൈവം വിശാലമാകണം, സഭയുടെ അതിര് വിശാലമാകണം, അനുഗ്രഹത്തിൻ്റെ അതിര് വിശാലമാകണം, മനോഭാവങ്ങളുടെ അതിര് വിശാലമാകണം, സമാധാനത്തിലെ അതിര് വിശാലമാകണം, ശുശ്രൂഷ വേദികളിലെ അതിര് വിശാലമാകണം, വിസ്തൃതമാകണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി വിശാലമാകണം, എൻ്റെ തലമുറയുടെ വഴികൾ വിശാലമാകണം, ഞാനായിരിക്കുന്ന പശ്ചാത്തലം ഇന്ന് പകൽ വിശാലമാകണം. എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു മുറിക്കകത്ത് അടയപ്പെട്ടവളെ പോലെ മാറിയിരുന്ന കരയുന്ന മാതാവേ, കൂടപ്പിറപ്പേ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോടുള്ള ദൈവശബ്ദം കേൾപ്പിക്കുന്നു. ഞാൻ അതിര് വിശാലമാക്കുന്നവനാ. യബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുടെ കൂടെയുണ്ട്? ഹല്ലേലൂയ. നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഞാൻ അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. സമയം അതിക്രമിക്കുന്നെന്ന് എനിക്കറിയാം, എങ്കിലും ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ആമേൻ, ആമേൻ. അടുത്ത ചിന്ത, ആമേൻ, യബേസിന്റെ പ്രാർത്ഥനയുടെ അടുത്ത പ്രത്യേകത, അഞ്ചാമത്തെ പ്രത്യേകത എഴുതുക: ദൈവത്തിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, എൻ്റെ കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. സ്തോത്രം. ആ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകങ്ങളാ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ദൈവത്തിന്റെ കൈ ആമേൻ എന്നോട് കൂടെ ഇരിക്കണം. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? സ്തോത്രം. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കൈ പലർക്കും പ്രതികൂലമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കൈ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിന് അനുകൂലമായി നിൽക്കും. സ്തോത്രം പറയാൻ ആളുണ്ടോ? ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ കൈ പലർക്കും പ്രതികൂലമായി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് അനുകൂലമായി നിൽക്കും. അതുകൊണ്ടാണ് ആ അപേക്ഷയ്ക്ക് ദൈവം മറുപടി നൽകിയത്. കണ്ടോ? യബേസ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആ വാക്യം കണ്ടോ? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. ആ ദിനവൃത്താന്ത പുസ്തകം നമ്മൾ കുറിവാക്യമായി വായിച്ച 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യം. സ്തോത്രം. അദ്ദേഹം പറയുന്നു, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കിയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. അടുത്ത ഭാഗം ഞാൻ പിന്നീട് ചിന്തിക്കാം. സ്തോത്രം. എന്നോട് കൂടെ, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. അപ്പോ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കൈ കൂടെ ഇരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ കൈ പലർക്കും പ്രതികൂലമാകുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരം അനുകൂലമായി നിൽക്കും. സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം, ദൈവം അവന്റെ അപേക്ഷയ്ക്ക് മറുപടി നൽകിയത്. ദൈവത്തിന്റെ കരം ഒരു വ്യക്തിയോട് കൂടെ ഉണ്ടെങ്കിൽ
അവനെ പോലെ ഭാഗ്യവാൻ വേറെ ആരും ഉലകിലില്ല. പിടികിട്ടിയോ? ഈ ലോകത്തിൽ സ്തോത്രം 50,000 ലോട്ടറി അടിച്ചവനെ ഭാഗ്യവാൻ എന്ന് ലോകം വിളിക്കാറുണ്ട്. 1,00,000 അല്ലെങ്കിൽ 1,00,00,000 ലോട്ടറി അടിക്കുന്നവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. പക്ഷെ വേദപുസ്തകം പറയുന്ന ഏറ്റവും നല്ല ഭാഗ്യവാൻ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടെ ലളിതമായി പറയാം, ദൈവത്തിൻ്റെ കൈ അനുകൂലമായി നിൽക്കുന്നവർ. ഇവിടെ നിനക്ക് ഒരു സപ്പോർട്ടും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ കൈ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അതുകൊണ്ട് ദൈവകരം ഒരു വ്യക്തിയെ സഹായിക്കാൻ ഉള്ളിടത്തോളം, അടുത്ത പദം ശ്രദ്ധിച്ച് കേട്ടോണം, ദൈവകരം ഒരു വ്യക്തിയെ സഹായിക്കാൻ ഉള്ളിടത്തോളം കാലം അവന് ദോഷം ചെയ്യാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. ആമേൻ പറയാൻ ആളുണ്ടോ ഇതിനകത്ത്? നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നീ ആയിരിക്കുന്ന ആ ഓഫീസിൽ, നീ ആയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നെ മാനസികമായി പലരും ഞെരുക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ നിന്റെ തലമുറ പഠിക്കുന്ന കോളേജിൽ ആ കുഞ്ഞുങ്ങളെ ഞെരുക്കുന്ന കുറേ മേഖലകൾ, നീ നിന്റെ തലമുറ ആയിരിക്കുന്ന രാജ്യത്തിൽ അവരെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന, ഇനി എന്തിനേറെ പറയണം, നിന്റെ വീട്ടിനകത്ത് പോലും നിന്നെ ഞെരുക്കുന്ന ചില വിഷയങ്ങൾ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി നിൽക്കണം. ദൈവത്തിൻ്റെ കരം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കെതിരെ ദോഷം ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദാവീദ് പറഞ്ഞൊരു വാചകമുണ്ട്. ദാവീദ് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നെ സഹായിക്കുന്നവരുടെ കൂടെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ പറയണം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെ ഘോഷം ആമേൻ ദൈവഭക്തന്റെ വീട്ടിൽ ആമേൻ വെളിപ്പെടും. കാരണം എന്നാണെന്നറിയോ? നിന്റെ വീട്ടിൽ ദൈവകരം ഉയരണം. നിന്റെ വീട്ടിൽ ദൈവകരം ഉയർന്നാൽ ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ അത്ര പേര് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനക്കാരൻ എന്താ പാടിയത്? യഹോവ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ ഞങ്ങളോട് എതിർത്തപ്പോൾ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ, അവർ ഞങ്ങളെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഒരിക്കൽ അർത്ഥകശ്രേഷ്ഠ രാജാവിനോട് എസ്ര ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണെന്നറിയോ? ആ വാക്ക് നിങ്ങൾക്കറിയോ? ആമേൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ എസ്രാ പുരോഹിതൻ പറയുന്നത്, ആമേൻ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും ഉപേക്ഷിക്കുന്നവർ ഏവർക്കും പ്രതികൂലവുമായിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ കൈ അനുകൂലമായി നിൽക്കുവാൻ എസ്രായും ഇസ്രായേലും അഹവ ആറ്റിൻ്റെ തീരത്ത് ഒരു ഉപവാസം ഇതാ പ്രസിദ്ധപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. അതേ പ്രിയരെ, നാം പോകുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൂടെ ഇരിക്കാൻ പ്രാർത്ഥിക്കണം. വാഹനം ഡ്രൈവ് ചെയ്ത് ജോലിക്ക് പോകുന്നവരുണ്ട്, വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിൻ്റെ കൈ അനുകൂലമായി വെളിപ്പെടണം. ഞാൻ തൽക്കാലം ഇവിടെ പിടിച്ച് നിർത്താൻ വേണ്ടിയാ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാനാ ശാന്തമായിട്ട് വരുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ കൈ അനുകൂലമായി ഇറങ്ങണം. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളെ ബലപ്പെടുത്താൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ
ആരുടെയും കരം നമുക്ക് വേണ്ടി നീങ്ങിയില്ലെങ്കിലും, പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ചിലപ്പോൾ മനുഷ്യരൊക്കെ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നൊക്കെ നമ്മൾ കരുതും. അങ്ങനെയുള്ള ആരുടെയും കരം നമുക്ക് വേണ്ടി നീങ്ങിയില്ലേലും നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ കരം നമ്മെ സഹായിക്കാൻ നീട്ടിയിരിക്കും. സ്തോത്രം. കാരണം യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. എബേസ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ഈ ക്ലാസ്സിൽ ഞാൻ ഇന്ന് തൽക്കാലം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. അതിനു മുൻപ് എത്ര പേർ ദൈവത്തിനെ പ്രാർത്ഥിക്കും? ദൈവകരം എനിക്ക് അനുകൂലമായി നിൽക്കണം. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം, സ്തോത്രം, ഇനി 2 ചിന്തകൾ കൂടെ ഇതിനകത്ത് പറയാനുണ്ട്. ഞാൻ ആ ഭാഗം നാളെ പറയാം. ഇന്ന് സമയം ഒത്തിരി അതിക്രമിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് യബേസിനെ കുറിച്ചാണ്. യബേസിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം എന്താ പ്രാർത്ഥിച്ചത്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, കടന്നുപോയ സാഹചര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായി. വ്യസനപുത്രൻ എന്ന പേരില ആ മനുഷ്യൻ അറിയപ്പെട്ടത്, ആ അർത്ഥം വരുന്ന നിലയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ജീവിതത്തിൽ ചില വ്യസന മനോഭാവങ്ങൾ വരുന്നത് തകർക്കാനല്ല, പ്രാർത്ഥനയുടെ മുഖാന്തരമായി തീരാനാണ്. 2, ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയണം. 3, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ ഭൗതികത്തെക്കാൾ ആത്മീകമായ ഒരു അനുഗ്രഹം നമ്മൾ ആഗ്രഹിക്കണം. 4, എൻ്റെ അതിർ വിശാലമാക്കണം. ദൈവസന്നിധിയിൽ ഇടുങ്ങിയ അനുഭവങ്ങൾക്ക് ഒരാറുതി വന്ന് ഒരു വിസ്തൃതി ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കണം. ഇനി അവസാനമായി നമ്മൾ കേട്ടത്, ദൈവത്തിൻ്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ കൈ ഉള്ളവനെ തകർക്കാൻ ഉലകിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതേ പ്രിയരെ, ആ ദൈവകരം നമുക്ക് വേണ്ടി ചലിക്കുവാനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ബാക്കി ഭാഗം നാളെ നമുക്ക് ചിന്തകൾക്കായി കൊണ്ടുവരാം. അതുവരെ കർത്താവ് നമ്മെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകൾ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ പിതാവേ, നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യബേസ് പ്രാർത്ഥിച്ച വാചകം ഞങ്ങൾ ഇന്ന് പകലിൽ ഏറ്റെടുക്കുന്നു. ആമേൻ. യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിക്കുമ്പോൾ, ദൈവം അവൻ്റെ അപേക്ഷ കേട്ട് അപേക്ഷിച്ചതിന് മറുപടി നൽകിയെങ്കിൽ നിശ്ചയമായും ഈ ക്ലാസ്സിൽ സംബന്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്ന വലിയതും ചെറിയതുമായ എല്ലാ വിഷയങ്ങളിലും ദൈവം മറുപടി നൽകി ആദരിക്കണം. ഞങ്ങൾ വേദപുസ്തകത്തിലുടനീളം പ്രാർത്ഥനാ മനുഷ്യരുടെ പ്രത്യേകതകളും ചരിത്രങ്ങളും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായും ആ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പ്രചോദനമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച് മടങ്ങിപ്പോകുന്ന മുഴുവൻ ദൈവമക്കളെയും കർത്താവിൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. മഹത്വമങ്ങിക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഒരുമിച്ച് നമുക്ക് കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless all of you. Thank you very much.